ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ ഒരു നുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു നുറുക്കിൻ്റെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തിലോട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, വറുത്ത അരിപ്പൊടിയും വറുക്കാത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ വാട്ടുന്നത് പോലെ നല്ലോണം ഈ വെള്ളത്തിലിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് വാട്ടിയെടുത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഇതൊന്ന് വാട്ടിയെടുത്ത് നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ചാമ്പുന്നത് പോലെ ചാമ്പി വാട്ടിയതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചാമ്പിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഈ സ്നാക്സ്. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇനി ഇതേപോലെ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചാമ്പിയെടുക്കാം. കുറേശ്ശെ വെള്ളമോ എണ്ണയോ ഒഴിച്ച് ഇതൊന്ന് ചാമ്പിയെടുക്കുക. ഈ രൂപത്തിൽ ചാമ്പിയെടുക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇത് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് നീളത്തിലാക്കി എടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നീളത്തിൽ വരും. ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് റൗണ്ടിലാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇവിടെ ഞാൻ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ആ നീളത്തിലാക്കിയത് ഒന്ന് മടക്കി റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. ഇതിന് നമുക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത പാട് തന്നെ ഇത് മറിച്ചിടാൻ ശ്രമിക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. നല്ലോണം മൂത്തതിന് ശേഷം കളർ ചേഞ്ച് വന്നതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിടാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതാകെ പൊടിഞ്ഞു എണ്ണയിൽ പോവും. നല്ലോണം മൂത്ത് ഒന്ന് കളർ ചേഞ്ച് ലൈറ്റ് കളറ് ഷെയ്ഡ് വന്നാൽ മാത്രമേ ഈ കളറായതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ. നല്ലോണം മൂത്ത് കഴിഞ്ഞ് കോരിയെടുത്താൽ ഇത് നല്ല ക്രിസ്പിയായി കിട്ടും. പെട്ടെന്ന് തണുക്കുകയുമില്ല. ഇതിന് ചൂടാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ദിവസം നമുക്കിത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ മറക്കരുത്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതും സ്കൂളിലേക്ക് സ്നാക്സ് ആക്കി കൊടുത്തയക്കാവുന്നതുമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് കാരണം നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.